ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെ കുറിച്ചാണ്. ശനി ഗ്രഹം 2025 ജൂലൈ മാസം 15-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 140 ദിവസമുണ്ട് ആ വക്രസ്ഥിതി. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഗുണങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 7.5 ശനി ആരംഭിച്ചിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ആ 7.5 ശനിയുടെ ദോഷങ്ങൾ വിട്ടുപോവുകയാണ് ഈ 140 ദിവസം. സ്വതന്ത്രമായ രീതിയിൽ വളരെ വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഗ്രഹനില സഹിതം അയച്ചു തരുന്നതാണ്. ഏതൊരു ഗ്രഹമായാലും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇരട്ടി ഫലം തരും എന്നാണ് പറയുന്നത്. അതായത് ദോഷം ഉള്ള ഗ്രഹം ആണെങ്കിൽ പോലും ഭാഗ്യാവസ്ഥകൾ തരും. അത് തൊഴിൽ രംഗത്തായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലായാലും അപ്രകാരമാണ് കാണുന്നത്. ശനിയെ സംബന്ധിക്കുന്നിടത്തോളം മേടം രാശിക്കാർക്ക് ഇപ്പോൾ ആരംഭിച്ചു എങ്കിലും അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ നിരവധി പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അപകടങ്ങൾ, മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുക, പ്രത്യേകിച്ച് മനസ്സറിയാത്ത കാര്യത്തിന് പോലും. അങ്ങനെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ കലുഷിതമായി കിടക്കുന്ന ആ നക്ഷത്രക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ടായി. കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നതിനും പ്രവർത്തനത്തിൽ വൻ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതിനും ഈ നേട്ടങ്ങൾ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള അവസരമാണ്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അലസതയൊക്കെ വിട്ട് വന്നു ചേരുന്ന പുതിയ മാർഗങ്ങൾ അവലംബിച്ച് തൊഴിൽ രംഗത്ത് പുരോഗതി കൈവരിക്കുവാനായിട്ട് സാധിക്കും. അത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് സേവന രംഗത്ത് ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസുകാര്, മറ്റ് സേവനങ്ങൾ ചെയ്യുന്നവർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, അധ്യാപകര്, കൂടാതെ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. പല വിധത്തിലും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അലസത ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം. എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് അതീവ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർ വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞവർക്ക് വീണ്ടും പിണങ്ങിയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ തന്നെയും ഒരുമിച്ച് കൂടുന്നതിനും സന്തോഷകരമായ ജീവിതം ആരംഭിക്കുന്നതിനും ഒക്കെ നല്ല ഭാഗ്യമുള്ള സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നവർ ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങൾ 7.5 ശനി ആരംഭിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടി ഒരു ഡെവലപ്പ് വരുവാനും ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കുവാനും തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകുവാനും ഒക്കെ സൂചനയുള്ള സമയമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും അതീവ ഗുണകരമാണ്. വിദേശത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനഭ്രംശ സ്ഥാനത്താണല്ലോ ഇപ്പോൾ ആ ശനി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് ഈ വക്രസ്ഥിതി കൊണ്ട് നല്ല വിജയങ്ങൾ വന്നു ചേരും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ലതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ശനിയുടെ വക്രം അനുകൂലമാണ്. അപ്പോൾ ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം
വളരെ നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ഈ സമയത്ത് കൊണ്ടുതരുന്ന മറ്റൊരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് വന്നിരിക്കുകയാണ്. സ്വക്ഷേത്രത്തിലും പിന്നീട് ഇഷ്ടഭാവങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. കൂടാതെ വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കാരകനാണ് ബുധൻ. ബുധനും നല്ല പവർഫുൾ ആയിട്ട് വരുന്നു. ഭാഗ്യസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ആ ആദിത്യന്റെയും വ്യാഴത്തിന്റെയും ഒക്കെ സ്ഥിതി നോക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ശനിയുടെ വക്രകാലത്തിൽ അനുകൂലമായിട്ട് ഭാഗ്യവർഷം ചൊരിയും. ആ അനുഭവങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. അറിവുള്ളവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുവാൻ അവസരം കിട്ടും. നല്ല സുഹൃത്തുക്കളെ കിട്ടുക, നല്ല അധ്യാപകരെ കിട്ടുക, മാതാപിതാക്കളുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ പരമാവധി ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി മുൻപോട്ട് പോകുന്നതിനും കുടുംബത്ത് സന്തോഷം വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ അനുകൂലമാണ് ഈ ശനിയുടെ വക്രസ്ഥിതി. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ശാസ്താവൻ നീരാഞ്ജനം ചെയ്യുകയോ അതുപോലെ തന്നെ ശനീശ്വര സ്തോത്രങ്ങൾ ജപിക്കുകയോ ശനിയാഴ്ച അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ഏത് മതവിഭാഗക്കാരായാലും അവരുടെ മതവിഭാഗത്തിന്റെ അനുസരിച്ചുള്ളതായ പ്രാർത്ഥനകൾ ചെയ്യുക. അതുപോലെ തന്നെ വ്രതങ്ങൾ എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.